ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇറങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്താണ് കേട്ടോ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് നോക്കാം. രാവിലത്തെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് ഏലത്തിന് മരുന്നടിക്കാനായിട്ടുണ്ടായിരുന്നു. മരുന്നടിക്കേണ്ട സമയം നന്നായിട്ട് കഴിഞ്ഞു പോയിരുന്നു കേട്ടോ. അപ്പം പനി വന്നതുകൊണ്ടും പിന്നെ മഴയൊക്കെ ആയിരുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളായിട്ട് ദിവസങ്ങൾ മുന്നോട്ട് പോയി. അത്യാവശ്യമായിട്ട് ഒരു ഫംഗിസൈഡ് അടിച്ചു കൊടുക്കേണ്ടതായിരുന്നു, അതുപോലും നടന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മോട്ടർ ഒന്ന് പ്രവർത്തിച്ചപ്പോൾ മോട്ടർ സ്റ്റാർട്ടാകുന്ന താമസത്തിൽ തന്നെ ഓഫായി പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പല പ്രാവശ്യം സ്റ്റാർട്ടാക്കി നോക്കി, അപ്പോഴെല്ലാം ഇങ്ങനെ ഓഫായി പോവുമായിരുന്നു. അങ്ങനെ കടയിലെ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ മോട്ടറുമായിട്ട് വരാൻ പറഞ്ഞു. അതുപോലെ തന്നെ പെട്രോളിൻ്റെ പെട്രോൾ ഒഴിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് ഓവർഫ്ലോ വരുന്നുണ്ടായിരുന്നു. അത് കഴിവതും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കി, പറ്റിയില്ല. അപ്പോൾ ഈ മോട്ടർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനാണിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. മരുന്നടിച്ച ശേഷം കറക്റ്റായിട്ട് മോസും കാര്യങ്ങളും ഒക്കെ കഴുകിയാണ് മാറ്റുന്നത്. എങ്കിൽ അതുകൂടാതെ ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു, നമ്മുടെ പെട്രോൾ ടാങ്ക് ഒന്ന് ഓഫാക്കി കൊടുക്കണമായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് പൂപ്പൽ കയറിയതാണ്. പൂപ്പൽ കയറിയിട്ട് മോട്ടോർ ഓൺ ആകുമ്പോൾ സ്റ്റാർട്ട് ആവുകയും അപ്പം തന്നെ ഓഫായി പോവുകയും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇനി എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതും ഇവിടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ മരുന്നടിക്കുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. മരുന്നൊക്കെ അടിച്ച ശേഷം മോട്ടോർ ഓഫാക്കി ആ ഫ്യൂവൽ ടാങ്ക് ഒന്ന് പൂട്ടിയ ശേഷം ഒന്നുകൂടി മോട്ടോർ ഓണാക്കി ആ ഫ്യൂവൽ ടാങ്കിൽ കിടക്കുന്ന ആ ഒരിത് കുറച്ച് പെട്രോൾ വന്ന് താഴെ കിടക്കും, അതൊന്ന് അടിച്ച് മോട്ടോർ പ്രവർത്തിച്ച് അത് തീർത്തിട്ട് ശേഷമേ മോട്ടോർ ഓഫാക്കി വെക്കാവുള്ളൂ എന്നാണ് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ ആ പെട്രോൾ അവിടെ കെട്ടിക്കിടന്നിട്ട് പിന്നെയും ഇത് പൂപ്പലുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു തന്നത്. അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ മരുന്നടിക്കുമ്പം ഞാൻ കാണിച്ചു തരാം. ഫ്യൂൽ ടാങ്ക് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആവുമോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് വരും. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഡൗട്ട്. അപ്പോൾ ചേട്ടൻ ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ, അങ്ങനെ ചെയ്യുമ്പം ഓൺ ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ തന്നെ ഈ മോട്ടറിനെ കുറിച്ച് ഒരുപാട് സംശയം ചോദിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മോട്ടറിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എനിക്കറിയാവുന്നതും അനുഭവങ്ങൾ കൊണ്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം. എന്താണേലും കടയിൽ കൊണ്ടുപോയതല്ലേ, അതിൻ്റെ ഓയിലും ഗ്രീസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാൻ കേട്ടോ. അപ്പം ഒന്നും തന്നെ തീർന്നിട്ടില്ലായിരുന്നു. നമുക്ക് കുറച്ച് ചെടിയേ ഉള്ളത് കൊണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ മോട്ടറൊക്കെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. രാവിലെ മരുന്നടിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി എടുത്തപ്പോഴാണ് മോട്ടർ ഇങ്ങനെ സ്റ്റാർട്ടാവാതെ വന്നത്. ഭാഗ്യത്തിനും മരുന്ന് ഞാൻ കലക്കില്ല കേട്ടോ. ആദ്യം ഒന്ന് പച്ചവെള്ളത്തിൽ അടിച്ച് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാനങ്ങനെ ചെയ്യുന്നതല്ല, മരുന്ന് കലക്കിയ ശേഷമാണ് മോട്ടറിലേക്ക് പണിയാൻ വരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് അങ്ങനെ തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ ടാങ്കിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഓണാകാതെ വന്നത്. അങ്ങനെ നല്ല കാക്കും ഞാനും കൂടെ കൊണ്ടുപോയി ശരിയാക്കിക്കൊണ്ട് വന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചുകൊണ്ട് വന്നു. തിരിച്ച് കയറ്റമായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും പെട്ടെന്ന് മടുത്തു പോകും, കാരണം നല്ല വെയിറ്റാണ്. അപ്പോൾ കുറച്ച് നേരം ചുമലിലും പിന്നെ കയ്യിലൊക്കെ ആയിട്ട് മാറി മാറി എടുത്തിട്ട് വന്നു കേട്ടോ. മോട്ടറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്ട് അടിപൊളി പെരുമഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മരുന്നടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. രാവിലെ മരുന്നടിക്കാഞ്ഞത് നന്നായി. ഇങ്ങനെ മരുന്നടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പെയ്യുന്ന മഴയിലെല്ലാം കുത്തിയൊലിച്ച് പോയേന്. അതും ഒരു ഭാഗ്യമായിട്ട് തന്നെ തോന്നി. മഴയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഴ കേട്ടോ. നമ്മുടെ തുലാമഴയൊക്കെ ആണെന്ന് തോന്നുന്നു. എന്താണേലും നിർത്താതെ ഒരു 1.5 മണിക്കൂർ അങ്ങ് പെയ്തൊരു നല്ലൊരു മഴയായിരുന്നു.
അങ്ങനെ ദാണ്ട മഴയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ഒരു പാവൽ ഇവിടെ നല്ല പോലെ കായ്ച്ചിരുന്നു. അപ്പോൾ ഒരു പാവലല്ല 2-3 സ്ഥലങ്ങളിലായിട്ട് ഞാൻ പാവലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതിലൊരു പാവയ്ക്ക അത്യാവശ്യം വിളഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. അപ്പം എന്നാൽ കുറച്ചുകൂടെ നിൽക്കട്ടെ വലുതാവുമോ നോക്കാമെന്ന് ഓർത്ത് നിർത്തിയതാണ്. അതിനൊന്നും ഈച്ച കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട വെള്ളപ്പാവയ്ക്കയാണിത്. ദാണ്ട കുഞ്ഞു പാവയ്ക്ക പിന്നെയും ഉണ്ടാകുന്നുണ്ട്. അപ്പം അത്യാവശ്യം വിളഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയില്ല, നോക്കണം. അപ്പോൾ ദാണ്ട നമ്മുടെ കാട്ടുപാവലിലെ പാവയ്ക്കയും അത്യാവശ്യം വിളഞ്ഞു വന്നിട്ടുണ്ട്. സാധാരണ പാവലിനേക്കാളും വലിപ്പ വ്യത്യാസമുള്ള പാവലാണ് കേട്ടോ ഇത്. ഉണ്ടപ്പാവയ്ക്ക എന്നൊക്കെ പറയും. ഒരുപാട് കായകളും ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കായകൾ ഒരുപാട് പിടിക്കുന്നുമുണ്ട്. ഇത് കുറച്ച് പൊക്കത്തിലാണ് കയറിപ്പോയിരുന്നെങ്കിൽ വളരെ നല്ലതായിട്ട് നമുക്ക് പന്തലൊക്കെ കൊടുക്കാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ താഴെ പടർന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും എന്നും ഞാൻ ഇതിനെ നിരീക്ഷിക്കുന്നതുകൊണ്ട് പാവയ്ക്കൊക്കെ എവിടെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്നതേ ഞാനിതുങ്ങളെ ശ്രദ്ധിക്കും. കണ്ടോ, ഇത്രേ ഉള്ളൂ എങ്കിലും ഇത് വിളഞ്ഞതാണ്. അപ്പം ഇടയ്ക്ക് പഴുത്തൊക്കെ പോയിട്ടുണ്ട്. അതിനെയൊക്കെ ഞാൻ പറിച്ചും കളഞ്ഞു. തീരെ ചെറുതായതുകൊണ്ട് തന്നെ 1, 2, 3 ഉണ്ടെങ്കിലേ തോരൻ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെയൊക്കെ തപ്പി നോക്കുവാണ്. ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം. ഇനി ഉണ്ടതാണ്ട കുഞ്ഞു പാവയ്ക്ക. കവറിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസം വരും, ഈച്ചയൊക്കെ കുത്താതിരിക്കും. പക്ഷെ കവറിടാൻ പാകത്തിന് ഇല്ല കേട്ടോ, തീരെ ചെറുതല്ലേ. അതുകൊണ്ടാണ് കവറിടാത്തത് തന്നെ. പാവലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബീൻസ് നട്ടിരിക്കുന്നതും. ബീൻസൊക്കെ അത്യാവശ്യം വള്ളി വീശി തുടങ്ങി. അതുകൊണ്ട് നമ്മൾ കുത്തി കൊടുത്ത ആ കമ്പയിലേക്ക് കയറി വന്നിട്ടുണ്ട്. കണ്ടോ, അതുകൊണ്ട് 4 പാവയ്ക്ക മൊത്തം കിട്ടിയിട്ടുണ്ട്. 3 പച്ച ഉണ്ടപ്പാവയ്ക്കയും 1 വെള്ളപ്പാവയ്ക്കയാണ്. അപ്പോൾ ഇത് 3 കൂടെ നമുക്ക് 4 കൂടി നമുക്ക് ഒരുമിച്ച് തോരൻ വെച്ചാൽ നമുക്കൊരു തോരനുള്ളത് തികയുള്ളൂ. അതാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കുറ്റി ബീൻസൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത്. അതും ഏകദേശം പൂവൊക്കെ ഇട്ടു. കണ്ടോ, ഈ മഴ വന്നതുകൊണ്ട് തന്നെ നേരെ പയർ നിന്നില്ല, എല്ലാം ചാഞ്ഞാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ പാവയ്ക്കയുടെ വിളവൊക്കെ എടുത്ത് കയറി വന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ ഒരു ഷൂ റാക്ക് വാങ്ങിച്ചിരുന്നു. കുക്കുമോള് SPCക്കൊക്കെ ഉള്ളത് കൊണ്ട് അവൾക്ക് കുറച്ച് ഷൂ ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ചെരുപ്പ് വെക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കില്ല, പുറത്ത് കിടന്ന് നനയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒരു ഷൂ റാക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതാണ്ട് ഫത്താഹിനാണ് കേട്ടോ എപ്പോഴും ചെരുപ്പിൻ്റെ ഡ്യൂട്ടി കൊടുക്കുന്നത്. എവിടെ ചെരുപ്പ് അലക്ഷ്യമായി കിടന്നാലും ഫത്താഹിനോട് പറഞ്ഞിട്ടുണ്ട് അടുക്കി വെക്കണമെന്ന്. അപ്പോൾ അവനാണ് നന്നായിട്ട് അടുക്കി വൃത്തിയാക്കി വെക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു റാക്കിൻ്റെ ഡ്യൂട്ടിയും അവനാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അത് ചെരുപ്പെല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് അടുക്കി നല്ല സെറ്റാക്കി വെച്ചു. ഇനി നാളെ മുതലും ഈ ഷൂ റാക്ക് സൂക്ഷിക്കേണ്ടത് ഫത്താഹാണ് കേട്ടോ. അവനോട് ഇതെല്ലാം അടുക്കി പറക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനത് ചെയ്യുകയും ചെയ്തോളും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കപ്പ പുഴുങ്ങാനായിട്ട്, എന്താണേലും മഴയൊക്കെ പെയ്തപ്പോൾ തൊട്ട് കാക്കോട് ബഹളമായിരുന്നു കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും എന്ന് പറഞ്ഞ്. അപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടാണ് കപ്പ പുഴുങ്ങിയത് റെഡിയാക്കാനായിട്ട്. കപ്പയൊക്കെ ഇവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ വെച്ചൊന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. പൊളിച്ചെടുത്ത കപ്പ കഴുകി വാരിതാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒരു 2 വിസിലടിപ്പിച്ചെടുത്താൽ മതി. നല്ല വേകുന്ന കപ്പയാണ്. ഞായറാഴ്ച കപ്പ 3-4 കിലോ ഒരുമിച്ച് വാങ്ങിച്ച് തീരുന്നതാണ്. അങ്ങനെ അത് കപ്പയുടെ കട്ട കോമ്പിനേഷനായ മുളക് പൊട്ടിച്ചതും ഉണക്കമീൻ വറുത്തതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടുള്ള കപ്പ പുഴുങ്ങിയതും ഉണക്കമീൻ വറുത്തതും മുളക് പൊട്ടിച്ചതും ഒരു കട്ടൻ ചായയും കൂടെ കുടിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ. നല്ല സൂപ്പറായിട്ട് കപ്പയുടെ വെന്ത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കപ്പയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കപ്പ. അവിടെ കപ്പയൊക്കെ ഊറ്റിയെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കപ്പ വേവിച്ചതും മുളക് പൊട്ടിച്ചതും ഉണക്കമീൻ വറുത്തതുമായിട്ട് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ചൂട് വറുക്കുന്ന സൂപ്പർ കപ്പ. 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കറുത്തൊന്നും പോയിട്ടില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ മുളക് പൊട്ടിച്ചതിനകത്തേക്ക് നമ്മൾ നാരങ്ങയാണ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊട്ടിക്കുമ്പോൾ വിനാഗിരിയോ വാളംപുളിയോ ഒക്കെ ചേർത്തെടുക്കുന്നതാണ്. ഇന്ന് നാരങ്ങയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കാതെ തന്നെ കൊണ്ടുവന്നെടുത്തിട്ട് നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. നമുക്ക് ഏലത്തിന് മരുന്നടിക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മുടെ മോട്ടർ പണി തന്നതുകൊണ്ട് തന്നെ ഏലത്തിൻ്റെ മരുന്നടിയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം മരുന്നടിക്കാനും പറ്റിയിട്ടില്ല.
ഇനിയിപ്പോൾ 2 ദിവസവും കൂടെ കഴിഞ്ഞ് മഴയൊന്ന് നോക്കിയ ശേഷം കുറച്ച് കവാത്ത് എടുത്ത് വിടാറുണ്ട്. കവാത്ത് എടുത്തിട്ട് വേണം മരുന്നടിച്ച് വിടുവാനായിട്ട്. മരുന്നടിക്കുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഏലത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഏലത്തിലേക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഉള്ള ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.